തട്ടൊന്നും ഇടാതെ പോയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിളക്കെടുത്തതിൻ്റെ പേരിലോ പലതും കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചു. വീട്ടിലാരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കുടുംബക്കാർ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്ന് അവരോട് ഈ ക്യാമറയ്ക്ക് മുന്നിൽ നോക്കി പറയാനുള്ളത് എന്തുവാ? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയുക. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കാണോ? ഞാൻ കൂട്ടിയിരിക്കാം എന്ന് ഇതുവരെ ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. എന്നും മനുഷ്യരിലൂടെയാണ് ദൈവം മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ മുലയൂട്ടിയ നമ്മുടെ അമ്മയാണ്. എൻ്റെ ഉമ്മ വിശ്വസിക്കുന്ന മതമേതോ ആ മതത്തിൽ ജീവിച്ച് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിൽ മതമുണ്ട്, പക്ഷെ എനിക്ക് മതഭ്രാന്തില്ല. വീട്ടിൽ ഞാനത് പറഞ്ഞപ്പോൾ എന്നെ മെൻ്റൽ ആശുപത്രിയിൽ കാണിക്കാൻ കൊണ്ടുപോവുകയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഉള്ളിൽ എന്നും ഒരു കുറ്റബോധമായിട്ട് അവശേഷിക്കുന്നത് എൻ്റെ ഉമ്മയോട് ചെയ്ത തെറ്റാണ്. ഞാൻ കേൾക്കേണ്ട പഴികളേക്കാൾ കൂടുതൽ പഴി കേട്ടിട്ടുണ്ട് ആ പാവം. പക്ഷെ ഞാൻ കാരണം ഉണ്ടായ വേദനകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവനെ ഞാൻ പ്രസവിച്ചതാണ്, എനിക്ക് വലിച്ചെറിയാൻ പറ്റില്ല, എൻ്റെ കുഞ്ഞാണ്, അവനവന് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. താടിയൊക്കെ പിടിച്ച് പറിച്ച സമയമൊക്കെ ഉണ്ട് കണ്ണാടിന് മുമ്പിൽ നോക്കിയിട്ട്. ആ പഴയ ഫോട്ടോ ഞങ്ങളെ ഒന്ന് കാണിക്കാം, പുരുഷ ഫോട്ടോ. അതിനെന്താ. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളുടെ മോൻ്റെ മുടി വെട്ടാൻ വേണ്ടി പോവാണ്. എൻ്റെ ഉമ്മ പറഞ്ഞു, നീ അവൻ്റെ മുടി ഇന്ന് രാത്രി വെട്ടിയ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ നിൻ്റെ മീശയുടെ പകുതി ഉണ്ടാവില്ല എന്ന്. നല്ല ആണത്തുള്ളവൻ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള രീതി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്ത്രീ അല്ലെങ്കിൽ എപ്പോഴും ഇപ്പോഴായാൽ കൂടി തഴയപ്പെടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ പഠിച്ചൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവസൃഷ്ടികൾ പൂർണ്ണതയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രന്ഥം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നാളെ ഇനി ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നിൽ കുറവ് കണ്ടുപിടിക്കുന്നവർ ഒരു പക്ഷെ ദൈവത്തെക്കാൾ വലിയവരോ അല്ലെങ്കിൽ ദൈവമോ ആയിരിക്കും. കൂടോത്രം ചെയ്ത് കൊല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മുടെ നാടിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഭരണത്തിലേക്ക് ഇരിക്കുന്ന പല ട്രാൻസും ആരും ആയിക്കോട്ടെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തവരാണ്. മാറി മറക്കാതെ ചെല്ലുന്നത് ശരിയാണോ? ശരീരഭാഗങ്ങൾ ഇങ്ങനെയൊക്കെ മാറ്റി അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തട്ടമിട്ടതിന് അടി കിട്ടിയ വീട്ടിൽ ഇന്ന് തട്ടമിടാത്തതിന് അടി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തി. ഐ എം ഹാപ്പി. വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വെയിറ്റ് ലോസിന് ഒരു കാരണം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അജിൻ വർഗീസ്. വെറൈറ്റി മീഡിയ ന്യൂ ചാറ്റ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. കുട്ടിക്കാലം മുതൽ താനൊരു പുരുഷനാണെങ്കിലും സ്ത്രീ ആകണമെന്ന് ആഗ്രഹിച്ചു. തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ, വേദനകളൊക്കെ നേരിടേണ്ടി വന്നു. ഒരു കോഴിക്കോട്ടുകാരിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഹയാത്ത്, നമസ്കാരം. നമസ്കാരം. ഒരുപാട് വെല്ലുവിളികൾ, കാര്യങ്ങളെല്ലാം നേരിട്ട് ഇന്ന് എൻ്റെ മുന്നിൽ വന്നിരിക്കുക. കാണുന്ന പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ആരാണ് ഹയാത്ത്? എൻ്റെ പേര് ഹയാത്ത്. ഞാൻ ഒരു കോഴിക്കോട് സ്വദേശിയാണ്. ഞാൻ ഡിപ്ലോമ കഴിഞ്ഞു. ഇപ്പോൾ എന്താ പറയുക, കറൻ്റ്ലി കുറച്ച് ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മോഡലാണോ? മോഡലിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അങ്ങനെയൊക്കെ ബ്രൈഡൽ മെഹന്തി ആർട്ടിസ്റ്റാണ്. അപ്പം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു ഒരു പുരുഷനായിരുന്നു, അങ്ങനെ അവിടെ നിന്ന് സ്ത്രീയായി. ശരിക്കും അങ്ങനെ ഒരു മാറ്റം, ഞാൻ സ്ത്രീയാണെന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? കുട്ടിക്കാലം തൊട്ടേ എന്നിൽ ശ്രേണത ഉണ്ടായിരുന്നു. പക്ഷെ അത് ആദ്യം തിരിച്ചറിഞ്ഞത് നമ്മുടെ ഫാമിലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഒതുക്കി വളർത്തുക മീൻസ് വലിയ കല്യാണങ്ങൾക്കായാലും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആയാലും അധികം ഞാൻ ഇടപെടൽ കുറവായിരുന്നു. ഒറ്റപ്പെടുത്തുന്നതിലുപരി അവരെന്നെ സേഫ് ആക്കി വെക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് മറ്റുള്ളവർ കളിയാക്കുമല്ലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുമല്ലോ എന്നുള്ള രീതിയിൽ എന്നെ കുറച്ച് സേവ് ആക്കി വെക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സേഫ് ആക്കി വെക്കുന്ന പോലെ. അപ്പം തൊട്ടേ ഞാൻ എന്താ പറയുക, പെൺകുട്ടികളുടെ പോലെയാണ് നടത്തവും ഇരുത്തവും കുട്ടിക്കാലത്തുള്ള ഫ്രണ്ട്ഷിപ്പും എല്ലാം പെൺപിള്ളേരുടെ പോലെ തന്നെ ആയിരുന്നു. ഞാൻ വളരെ കുഞ്ഞിലെ റിയലൈസ് ചെയ്ത ഒരാളാണ് ഞാൻ. ഇങ്ങനെ കുറച്ച് എന്താ പറയുക, സംതിങ് സ്പെഷ്യലാണ്, മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു? ഞാൻ കുഞ്ഞിലെ, അതായത് ഇപ്പോൾ അതായത് 2 ബ്രദേഴ്സ് ഉണ്ട് എനിക്ക്. മൂത്തൊരാളുണ്ട്, താഴെ ഒരാളുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുപാട് കളിക്കാനൊക്കെ പോകാറുണ്ട്. അതായത് ഫുട്ബോൾ, ക്രിക്കറ്റ് ഇതുപോലത്തെ കളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹയാത്തിനെ തീർച്ചയായിട്ടും വിളിക്കുമോ അവർ? വിളിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ കംഫോർട്ടബിൾ ആയിരുന്നത് അനിയത്തിയുടെ കൂടെ കഞ്ഞിയും കറി വെച്ച് കളിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പണ്ട് ഇരിക്കുന്ന പലക എന്നൊക്കെ പറയും ഞങ്ങളുടെ അവിടെ കോഴിക്കോട്, ഇരിക്കാൻ ഉപയോഗിക്കുന്നത്, അതിന് കുട്ടിയാക്കി എടുത്തുകൊണ്ട് നടക്കുക. ഇങ്ങനത്തെ കളികളൊക്കെയായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്. അപ്പോഴേ എനിക്ക് തോന്നി ഞാൻ ഇവരിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. അതായത് ആ ഒരു കളിച്ച് നടക്കണം പ്രായം തൊട്ടേ ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ സഹോദരിൽ നിന്നൊക്കെ അറിയാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ ഒരു മാറ്റം എനിക്കുണ്ട്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആൺകുട്ടികളുടെ കൂടെ ആയിരുന്നു കൂടുതൽ കമ്പനി? അല്ലല്ല, എന്താ വെച്ചാൽ
ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം വെച്ചാൽ ഇപ്പം ബോയ്സിൻ്റെ കൂടെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഞാൻ എന്തിനാ ഇവരെ പോലെ ഡ്രസ്സ് ചെയ്യുന്നത്, ഞാൻ എന്തിനാ ഈ പാൻറ്റും ഷർട്ട് ഇട്ടുകൊണ്ട് ഇവരുടെ സ്കൂളിൽ വരണം, എൻ്റെ അനിയത്തി ചുരിദാറല്ലേ ഇടുന്നത്. അപ്പം ഞാൻ എന്നെ തന്നെ ഒരു സ്ത്രീയായി സങ്കല്പിച്ച് തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ വസ്ത്രം ഇതല്ല, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ ഇരിക്കുന്നത് ശരിയല്ല, കംഫർട്ടബിൾ അല്ല എന്നുള്ളത് ഞാൻ തന്നെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്തും ആൺകുട്ടികളുടെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ കൂടുതൽ കൂട്ട് പെൺപിള്ളേരോടായിരുന്നു. അപ്പോൾ ഈ കൂട്ടുകാരൊക്കെ കളിയാക്കുമായിരുന്നു, നിനക്ക് നാണമില്ലെന്നൊക്കെ ചോദിച്ചാൽ? ഇഷ്ടം പോലെ. അതായത് ഇപ്പോൾ ഞാൻ ഒരു ഇൻ്റർവെൽ ആവാനോ അല്ലെങ്കിൽ ഒരു പീരീഡ് കഴിയാനോ വേണ്ടി കാത്തിരിക്കും. അതായത് ഓടി ആ പെൺപിള്ളേരുടെ അടുത്ത് എത്താൻ വേണ്ടി. അപ്പോൾ എന്താ പറയുക, കുറേ അതായത് ഓരോ ഗ്രൂപ്പായിരിക്കും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ഓരോരുത്തർ 4 പേരടങ്ങുന്ന 3 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആയിരുന്നു. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അന്നും, ഇപ്പോഴും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളോട് വന്ന് സംസാരിക്കുന്ന പെൺകുട്ടികൾ തന്നെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച് കമ്പനിയായി കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് കുറച്ച് അപ്പുറത്ത് പോയി നിന്നിട്ട് നമ്മളെ പറ്റി പറഞ്ഞ് ചിരിക്കുന്നത് കുറേ വട്ടം കണ്ടിട്ടുണ്ട്. പെൺകുട്ടികളായാലും ബോയ്സ് ആയാലും. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ള കളിയാക്കലും ഉണ്ടാവും, അവരുടെ ഭാഗത്തു നിന്ന്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂൾ എല്ലാവർക്കും വൈകുന്നേരം വരെ ആണല്ലോ. ഫോർ എക്സാമ്പിൾ എല്ലാ കുട്ടികൾക്കും വൈകുന്നേരം വരെ സ്കൂളുണ്ട്, എനിക്ക് ഉച്ച വരെയാണ് സ്കൂൾ. അതായത് ഞാൻ രാവിലെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് തലവേദന, വയറുവേദന, പനി, ബെഞ്ചിൽ കിടത്തം, ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഓരോ പരിപാടികൾ ഞാനേ ചെയ്യായിരുന്നു. കാരണം എനിക്ക് മടിയാണ്, കാരണം കളിയാക്കുക, നമ്മളെ ഒറ്റയ്ക്കാക്കുക. ചെറുപ്പം മുതലേ ഭയങ്കരമായിട്ട് എന്താ പറയുക, പേടിയായിരുന്നു സ്കൂളിൽ പോകാനൊക്കെ. ഈ കളിയാക്കലുകൾ ഒരുപാട് നേരിട്ടൊരു വ്യക്തിയാണ്. ഇപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു വേദന എന്തുവരും കളിയാക്കലുകളെ? കളിയാക്കലിനേക്കാൾ കൂടുതൽ ഒറ്റപ്പെടുത്തലായിരുന്നു. അതായത് ആരും കൂട്ടിന് കൊണ്ടുപോകത്തില്ല. അതെ, നമ്മളെ എന്താ പറയുക, ഒരു ഫംഗ്ഷൻ ആയാലും എന്തിനായാലും നമ്മളെ വിളിക്കുന്നതിൽ ഒരു പരിധി ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. അതായത് പേരിന് വരണോട്ടോ എന്ന് പറയുന്ന പോലെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിലാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകുന്ന സമയത്ത് മനഃപൂർവ്വം നമ്മളോട് സംസാരിച്ച് എൻ്റെ ടോക്കിൻ്റെ രീതി അല്ലെങ്കിൽ സ്ലാങ് അല്ലെങ്കിൽ ആ ഒരു ശ്രൈനത മനസ്സിലാക്കിയവർ പലപ്പോഴും ചൂഴ്ന്ന് ഓരോന്ന് ചോദിച്ച് നമ്മൾ പറയുന്നത് കേട്ട് ചിരിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതായത് ഉപ്പാടെ കുടുംബത്തിലായാലും ഉമ്മാടെ കുടുംബത്തിലായാലും സത്യം പറഞ്ഞാൽ ഒരു കോമാളി എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്തിരുന്നു ഫാമിലിയിൽ. ഒരു കാലഘട്ടത്തിൽ കഴിയാത്ത കോമാളി തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും ഒരു കാലഘട്ടം, അതായത് ഞാൻ എന്നെ അംഗീകരിക്കുന്ന കാലം വരെ ഞാൻ കോമാളി തന്നെയായിരുന്നു. ഇപ്പം സ്കൂളിലെ കാര്യമാണ് പറഞ്ഞത്, കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ടെന്ന്. ഇത് തിരിച്ചറിഞ്ഞ സമയത്ത് വീട്ടിൽ പറയുന്നൊരു സന്ദർഭം ഉണ്ടല്ലോ, അത് പറയാൻ പേടിയായിരുന്നോ, അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ നിമിഷം എങ്ങനെയായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടിൽ പറയേണ്ടി വന്നിട്ടില്ല. കാരണം അവർക്ക് അറിയായിരുന്നു എന്നിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത് അറിയായിരുന്നു. പറയാതെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ വഴിക്ക് പോകരുത്, ഇങ്ങനെ ആവരുത് എന്നുള്ളത് പറയാതെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് എന്താ പറയുക, ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും ഒക്കെ മാരേജ് വരെ ഞാൻ കാത്തിരുന്നു. അതായത് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ മാത്രമേ ഇങ്ങനെ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ. ആ സമയത്തൊന്നും വേറെ ആരും നമ്മൾ കണ്ടിട്ടുമില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഫോൺ ഉപയോഗിക്കുന്നില്ല, ജീവിതത്തിൽ വേറെ ആരുമായിട്ട് വലിയ ബന്ധങ്ങളോ പരിചയമൊന്നുമില്ല. അപ്പം ഞാൻ കരുതിയത് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ മാത്രമാണെന്ന് കരുതിയത്. അങ്ങനെ ഇരിക്കുകയാണ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് വോഡഫോൺ കോമഡി സ്റ്റാർസ് കാണുന്നത്. അപ്പം അതിനകത്ത് ഇതുപോലെ ഡ്രസ് ചെയ്ത് വരുന്ന, അതായത് അതൊന്നും ട്രാൻസ് എന്ന് പറയുന്ന വാക്ക് അറിയില്ല എനിക്ക്. അന്നും ഇങ്ങനെ ഡ്രസ് ചെയ്ത് വരുന്ന ഇവരെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് എന്നെ പോലെ എന്നല്ല, പുരുഷന്മാർക്കും സ്ത്രീവേഷം ധരിക്കാം, നല്ല ഭംഗിയായിരിക്കും, അപ്പോൾ നല്ല ഭംഗിയുണ്ട്, സ്ത്രീകൾ തോറ്റു പോകുന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ എനിക്കും ഇങ്ങനെ ആവാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ആ വോഡഫോൺ കോമഡി സ്റ്റാർസിൻ്റെ സമയമാകുമ്പോൾ അവിടെ വന്നിരിക്കും. അതിൽ ഏതെങ്കിലും പുരുഷന്മാർ സ്ത്രീവേഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണാനായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ സമയത്താണ് സൂര്യായിഷാൻ ഇവരൊക്കെ വോഡഫോൺ കോമഡി സ്റ്റാർസിലുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു എപ്പിസോഡിനകത്ത് ഹരണി ചന്ദന എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമൺ അതിനകത്ത് വന്നു. അന്നാണ് എനിക്ക് മനസ്സിലായത് ശാരീരികമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, നമ്മൾ ഫിസിക്കലി ഉള്ള അപ്പിയറൻസും കൂടെ മാറ്റാം, മനസ്സിനൊത്ത് ശരീരവും ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് അന്ന് മനസ്സിലാക്കിയെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ അറിവില്ല. ഈ കൂടുതൽ അറിവിലേക്ക് പോയത് എങ്ങനെയാണ്? പിന്നെ സോഷ്യൽ മീഡിയ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പം മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എന്നെ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആരാണെന്ന് എനിക്ക് അറിയണം എന്നുള്ള രീതിയിൽ ഞാൻ സെർച്ച് ചെയ്യായിരുന്നു. പിന്നെ മൊത്തം തെരച്ചിലുകളായിരുന്നു, എവിടെ പോകാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ എനിക്ക് ഞാനാവാൻ പറ്റുക, അങ്ങനെയുള്ള തെരച്ചിലുകളായിരുന്നു. ഒടുവിൽ എനിക്ക് മനസ്സിലായി സർജറീസ് ഉണ്ട്, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, എന്നെ എൻ്റെ രീതിയിലേക്ക് ആക്കാം എന്നുള്ളതൊക്കെ മനസ്സിലായി. ഇത് വീട്ടുകാർ തിരിച്ചറിഞ്ഞതിന് ശേഷം അവർ വേറെ ദേഷ്യപ്പെടലോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല? വീട്ടുകാരെന്ന് പറഞ്ഞാൽ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും കല്യാണം കഴിയാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു.
അതായത് ഞാൻ കാരണം ഒരു മുസ്ലിം ഫാമിലിയാണ്, ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പം ഒബ്വിയസ്ലി ഞാനിങ്ങനെ പോയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു നാണക്കേട് കുടുംബത്തിന് തന്നെ ആയിരിക്കും. പിന്നെ അനന്തരഫലം എന്ന് പറഞ്ഞാൽ കല്യാണാലോചനകൾ വരുമ്പോൾ നമുക്കറിയാലോ, ഏത് നാട്ടിലായാലും ഒരു ഇച്ചിരി ഉണ്ടെങ്കിൽ ഒത്തിരി പറയാൻ ഒത്തിരി പേരുണ്ടാവും. അപ്പം ഇനി ഈ ഒരു കാരണം പറഞ്ഞ സിസ്റ്റർ വീട്ടിൽ നിന്ന് പോകരുത്, അല്ലെങ്കിൽ ബ്രദറിനൊരു ജീവിതം ഉണ്ടാവാതിരിക്കരുത് എന്ന് കരുതിയിട്ട് ഞാൻ കുറേയൊക്കെ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ, അത് വീട്ടിൽ ആരില്ലാത്തപ്പോൾ ഉമ്മാൻ്റെ സാരി എടുത്ത് കൊടുക്കുക, എൻ്റെ ആഗ്രഹങ്ങൾ. പിന്നെ അതായത് ഞാനായിരുന്നത് പലപ്പോഴും ഫേക്ക് അക്കൗണ്ട്സിലൂടെ ആയിരുന്നു. പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. കാരണം ഞാൻ എന്നെ സന്തോഷിപ്പിച്ചിരുന്നത് ഫേക്ക് അക്കൗണ്ടുകളിലൂടെ ആയിരുന്നു. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്വന്തം അക്കൗണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. രൂപം പോലും അതിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ഇല്ല, അതായത് അതിനകത്ത് ചിലപ്പം നമ്മൾ പിൻട്രസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് കിട്ടുന്ന ഏതെങ്കിലും പുറംതിരിഞ്ഞിരിക്കുന്ന ഗേൾസിൻ്റെ പിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടിട്ട് ചുമ്മാ രാത്രി പച്ച ഓൺലൈനിൽ കത്തിച്ചാൽ നമ്മൾ ഉറങ്ങിയോന്ന് അറിയാൻ 100 പേരായിരിക്കും, നമ്മൾ ഭക്ഷണം കഴിച്ചോന്ന് അറിയാൻ 100 പേരായിരിക്കും, നമ്മൾ ഇനിയിപ്പം എന്താ പറയുക, അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒത്തിരി പേര്, നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേര്. അതായത് ഒരു പെണ്ണിന്റെ അക്കൗണ്ട് കണ്ടാൽ അതിനകത്ത് മെസ്സേജ് അയക്കാൻ ഇഷ്ടം പോലെ പേര്. പച്ച കത്തിയത് മാത്രം കണ്ടാൽ മതി. അതെ, എൻ്റെ പിറന്നാളാണ് 17-ാം തീയതി. അപ്പോൾ എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ ഞാൻ അതേ ഡേറ്റ് എഴുതിയിട്ടുണ്ട്, വിഷ് മീ April 17. അതുപോലെ ഫേക്ക് അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ ഒരു മെസ്സേജ് പോലും വിഷ് ചെയ്ത് വന്നില്ലെങ്കിലും ഇതിനകത്ത് 10,000 പേര് ഹാപ്പി വിഷസ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കണ്ട മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ എന്തുവാ? അതിൽ കണ്ടു വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞ എൻ്റെ രാത്രികളൊക്കെ പകലുകളാക്കിയിരുന്നത് ആ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടായിരുന്നു. ഉറക്കമുണ്ടായിരുന്നില്ല. രാത്രിയിൽ മിക്ക ദിവസവും കരച്ചിലാണ്. അതായത് ഞാൻ എന്നെ തന്നെ ആലോചിച്ച് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നാ റിക്കവർ ആവുക, അല്ലെങ്കിൽ എനിക്കൊരു മാറ്റം ഉണ്ടാവുമോ, എനിക്കൊരു ലൈഫ് ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഒരുപാട് മെൻ്റലി സപ്പോർട്ട് ചെയ്തിരുന്നത് ഇതുപോലുള്ള ഫേക്ക് ഐഡീസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാം, അവിടെ ഒരു ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിലും ഉള്ളിൽ ഒരു ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടായിരുന്നു. അതെ, ഇപ്പോൾ ഹയാത്തിനെ നമ്മളാണെങ്കിൽ പോലും തിരിച്ചറിഞ്ഞത് കൊറ്റംകുളങ്ങര അമ്പലത്തിൽ വെച്ചാണ്. അതിൽ ഹയാത്തിൻ്റെ നിലപാട് വ്യക്തമായിട്ട് പറഞ്ഞെങ്കിലും ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഫസ്റ്റ് പേടിച്ചിരുന്നത് എൻ്റെ വീട്ടുകാരായിരുന്നു. അതായത് ഉമ്മ എന്ത് പറയും, അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ഉണ്ട്, മാരീഡ് ആണ്, അപ്പോൾ അവരെന്ത് പറയും. അതായത് മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് തന്നെ, പിന്നെ റമളാൻ മാസമായിരുന്നു, നോമ്പിൻ്റെ സമയമാണ്, തട്ടൊന്നും ഇടാതെ പോയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിളക്കെടുത്തതിൻ്റെ പേരിലോ പലതും കേൾക്കേണ്ടി വരും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നേരെ തിരിച്ചായിരുന്നു. വീട്ടിലാരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കുടുംബക്കാർ ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ വീഡിയോ എടുത്തുകൊണ്ട് ചെന്ന് കാണിച്ച് എന്തായാലും പോയത് പോയി, പക്ഷെ മതം വിടണ്ടായിരുന്നു, മതത്തിൽ തന്നെ ജീവിക്കായിരുന്നു. അപ്പോഴും ഞാൻ മതം വിട്ടു എന്നാണ് അവർ പറയുന്നത്. അതായത് ആരെങ്കിലും നമുക്ക് തന്നൊരു സാധനമാണ് മതം എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ട്രെൻഡായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ, സ്കൂളിൽ കോളേജിൽ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ട് പെൺകുട്ടികളുടെ പൊട്ട് ഊരിയിട്ട് മഫ്ത കുത്തുന്ന ഒരു വീഡിയോ. അതായത് മുസ്ലിം പാട്ട്, അതായത് ഒരുപാട് പാട്ടുകൾ വെച്ചിട്ട് മക്കനെ കുത്തുന്ന ഒരു വീഡിയോ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ കുറേ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ താഴെ ഉസ്താദുമാർ തന്നെ, അല്ലെങ്കിൽ ഈ മതം വിറ്റ് പണമാക്കുന്ന പലരും അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടായിരുന്നു, എന്ത് രസമാണ്, മാഷാ അല്ലാഹ്, നല്ല ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞ് താഴെ കമൻ്റ് ഒരുപാട് ഉസ്താദുമാരത് വായിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദു കുട്ടീൻ്റെ പൊട്ടൂരിയിട്ട് തട്ടടിച്ചപ്പോൾ മാഷാ അല്ലാഹ്. പക്ഷെ ഒരു മുസ്ലിം പെൺകുട്ടി തട്ടിടാതെ കയ്യിലൊരു വിളക്കെടുത്തപ്പോൾ സ്വാലിഹായ ഇബ്ലീസ്, എൻ്റെ താഴെ വന്ന കമൻറ്റ്, സ്വാലിഹായ ഇബ്ലീസ്, ഇങ്ങനെയുള്ളതിനൊക്കെ എന്ത് ചെയ്യണം എന്നറിയോ, ഇവരൊക്കെ മതത്തിൻ്റെ പേര് പറയാൻ തന്നെ പാടില്ല. ഇപ്പം സൊസൈറ്റിയിൽ ജീവിക്കും, മതം എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ഏത് മതം വിശ്വസിക്കണം, ഏത് മതത്തിൽ ജീവിക്കണം, അത് എൻ്റെ മാത്രം ഇഷ്ടമാണ്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള വിശ്വാസമാണ്. ഇത് നമുക്കാരോ തരുന്ന പോലെയാണ് സംസാരിക്കുന്നത്, അതായത് അവർ നമുക്ക് തരണം മതം. കൊറ്റംകുളങ്ങരയിലെ വീഡിയോ നമ്മൾ കണ്ട സമയത്ത് അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത്, പെരുന്നാൾ സമയത്ത് എന്തിനു പോയി, അല്ലെ എന്തിനിത് മാറി. അപ്പോൾ ഈ വിമർശനങ്ങളും മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഹയാത്തിന് എന്തോ പേഴ്സണലി തോന്നിയത്? എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയുക. കാരണം എന്നെ ഇത് പറയുന്ന പലരും പള്ളിയുടെ പടി പോലും കണ്ടവരായിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതിൻ്റെ താഴെ വന്നപ്പോൾ ഘോരഘോരം പ്രസംഗിക്കുന്ന ഒത്തിരി പേരുണ്ട്, അവരാരും ചിലപ്പോൾ പള്ളിയെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് അവരോട് ഈ ക്യാമറയ്ക്ക് മുന്നിൽ നോക്കി പറയാനുള്ളത് എന്തുവാ? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയുക, ഇത്രേ പറയാനുള്ളൂ. കാരണം ആരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഇപ്പോൾ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെ ഡെയിലി ഇപ്പോൾ നടന്നു പോകുന്ന വഴിയിൽ ഒരാൾ നിങ്ങളെ കളിയാക്കുക എന്ന് കരുതുക, നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം അത് തിരുത്താൻ ശ്രമിക്കില്ല. അതായത് ഇന്ന എന്നെ കളിയാക്കണ്ട, ഞാൻ ഇതുപോലെ പോകണ്ട, വേറെ പോലെ പോട്ടെ എന്ന് ചിന്തിക്കില്ലേ? പക്ഷെ എന്നെ എത്ര പേര് കളിയാക്കിയിട്ടും എനിക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാനത് മാറി ചിന്തിക്കുന്നില്ല എന്നില്ലെങ്കിൽ, ഒന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ അതെനിക്ക് മാറ്റാൻ പറ്റാത്തൊരു സംഭവമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണെന്ന് തിരിച്ചറിയാനുള്ള മനസ്സ് പലപ്പോഴും മറ്റുള്ളവർക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. ഹയാത്ത് കണ്ട മതം എന്താണ്, അല്ലെ ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് എന്ത് ഉത്തരം?
എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്നിലായാലും നിങ്ങളിലായാലും ഒരിക്കലും ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിട്ടില്ല. അതായത് അജിൻ നിങ്ങൾ കരയരുത്, കണ്ണ് തുടയ്ക്കുക, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കാണോ ഞാൻ കൂട്ടിയിരിക്കാം എന്ന് ഇതുവരെ ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. എന്നും മനുഷ്യരിലൂടെയാണ് ദൈവം മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ മുലയൂട്ടിയത് നമ്മുടെ അമ്മയാണ്, നമ്മളെ വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം തന്നത് നമ്മുടെ അമ്മയാണ്, കരഞ്ഞപ്പോൾ കൂട്ടിരുന്നത് ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കും, ഒറ്റപ്പെട്ടപ്പോൾ കൂട്ടിരുന്നത് ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കും. ഭൂമിയിലെ ഓരോ മനുഷ്യരിലും ദൈവത്തിൻ്റെ അംശമുണ്ട്. കണ്ണിൽ കാണുന്നവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാതെ കണ്ണിൽ കാണാത്തൊരു ഈശ്വരനുണ്ടെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കണ്ണിൽ കാണുന്നവരാണ് ദൈവം. ദൈവത്തിൻ്റെ അംശം എന്നിലും ഉണ്ട്, നിങ്ങളിലും ഉണ്ട്. പക്ഷെ അത് അംഗീകരിക്കാനും മനസ്സിലാക്കാനും ഞാനും നിങ്ങളും തയ്യാറാവുന്നിടത്താണ് ദൈവം ഉണ്ടാകുന്നത്. ഹയാത്ത് മുസ്ലിം എന്ന മതം വിട്ടോ? ഒരിക്കലും ഇല്ല. എൻ്റെ ഉമ്മ വിശ്വസിക്കുന്ന മതമേതോ ആ മതത്തിൽ ജീവിച്ച് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിൽ മതമുണ്ട്, പക്ഷെ എനിക്ക് മതഭ്രാന്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീ ആയ സമയത്ത് ഈ മതങ്ങൾ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? മതങ്ങൾ ഞങ്ങളെ നാണം കെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടുകാർ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ആ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഞാൻ കോഴിക്കോട് പയ്യാനക്കൽ കപ്പയ്ക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ഞാൻ 2 ട്രാൻസ് വുമൻസ് ഉണ്ട്, ഞാൻ അടക്കം 2 പേരുണ്ട്. 2 പേരുടെ വീട്ടിലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പള്ളി കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നോ പള്ളിക്കാരുടെ ഭാഗത്തുനിന്നോ നാട്ടുകാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. നല്ല സ്വീകാര്യത ഉള്ളൊരു നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ ബുദ്ധിമുട്ടുകൾ എനിക്ക് മാറിയതിൻ്റെ ശേഷം വന്നിട്ടില്ല, പള്ളി കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. സാധാരണ വീട്ടിൽ നിന്നാണല്ലോ പ്രഷർ വരുന്നത്, നീ പോവണ്ട, നീ ഞങ്ങളെ നാണം കെടുത്തുക, നീ കാരണം ഒരുപാട് വേദനകൾ ഞങ്ങൾക്കുണ്ടാകുന്നു. ഇപ്പോൾ ഹയാത്ത് തന്നെ പറയുന്നു വീട്ടിൽ സപ്പോർട്ടാണെന്ന് പറയുന്നു. പിന്നെ ആർക്കാണ് ഈ പ്രശ്നം? വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് സപ്പോർട്ട് ആയിരുന്നില്ല. അതായത് 1 ആഴ്ച 2 ആഴ്ചയോളം വീട് വിട്ട് നിൽക്കേണ്ടി വന്നു. അത് ഏത് പ്രായത്തിലായിരുന്നു? ഞാൻ ഇപ്പോൾ മാറിയിട്ട് ആകെ 3 വർഷം ആവണേ ഉള്ളൂ. മാറിയിട്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്നൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഉമ്മാനായിട്ട് ഭയങ്കര ഇമോഷണൽ കണക്ഷനുള്ള ഒരാളായിരുന്നു. ബ്രദർ ഗൾഫിലാണ്, മൂത്ത ബ്രദർ. രണ്ടാമത്തെ ബ്രദർ എപ്പോഴും വീട്ടിലുണ്ടാവില്ല, സിസ്റ്റർ മാരേജ് കഴിഞ്ഞു പോയി. പിന്നെ ഞാനും ഉമ്മയാണ്, ഞങ്ങളുടെ ഒരു ലോകമാണ്. എല്ലാത്തിനും ഞാനും ഉമ്മയും ഒന്നിച്ചാണ്. ഞങ്ങൾ എവിടെ പോകാനാണെങ്കിലും ഞങ്ങളൊരു ബെഡിൽ കിടക്കും, ഉറങ്ങും ഒന്നിച്ച്. ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ആ ഒരു സമയത്ത് വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ ഞാനത് പറഞ്ഞപ്പോൾ എന്നെ മെൻ്റൽ ആശുപത്രിയിൽ കാണിക്കാൻ കൊണ്ടുപോവുകയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മൂത്ത ബ്രദർ ഭയങ്കര പ്രഷറായിട്ട് സംസാരിക്കുകയും ഇനി ഉമ്മ മരിച്ചാൽ മയ്യത്ത് പോലും കാണാൻ വരരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ മാറി നിൽക്കുമ്പോൾ ആ ഒരാഴ്ച അനുഭവിച്ച വേദന ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്താ പറയുക ഉണ്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വേദന അതാണെന്ന് പറയാം. കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് അവമാനം പിരിഞ്ഞിരുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം വീട്ടുകാർ അംഗീകരിച്ചു, എന്നാലും വീട്ടിൽ നിൽക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട്. അതായത് ഞാൻ ആണായി ജീവിച്ചിരുന്ന വീടാണ്. എൻ്റെ അനിയനും എൻ്റെ ഇക്കായും എൻ്റെ ഉപ്പായും ഒക്കെ എന്നെ ബോയായിട്ട് കണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണുമായിരിക്കുമല്ലോ? ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം തകർത്തുകൊണ്ടാണ് ഹയാത്ത് ഇവിടെ വന്നത്. അപ്പോൾ അതൊക്കെ ഒരു വേദനയായിട്ട് ഹയാത്തിന് തോന്നിയിട്ടുണ്ടോ? ഉമ്മയെ ഞാൻ ചതിച്ചു, ഉപ്പയെ ഞാൻ ചതിച്ചു എന്നൊക്കെ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതായത് ഇപ്പോൾ സോറി നമ്മളിപ്പം പലരോടും നമ്മൾ മാപ്പ് പറയാറുണ്ട്, നമ്മൾ ചെയ്ത തെറ്റിന് മാപ്പ് പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കും ഇപ്പോഴും അല്ലെങ്കിൽ എന്നും സോറി ചോദിക്കാൻ തോന്നുന്ന ഒരാളെൻ്റെ ഉമ്മയാണ്. അതായത് എനിക്കിപ്പോൾ ഉള്ളിൽ എന്നും ഒരു കുറ്റബോധമായിട്ട് അവശേഷിക്കുന്നത് എൻ്റെ ഉമ്മയോട് ചെയ്ത തെറ്റാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഹെഡ് മാസ്റ്റർ പറയും ഉമ്മാനെ കൂടി വിളിച്ചിട്ട് വീട്ടിൽ സ്കൂളിൽ കയറാവൂ എന്നുള്ള രീതിയിൽ പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് മകൾ പഠിക്കാൻ മണ്ടിയായതിൻ്റെ പേരിൽ നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിൻ്റെ മുമ്പിൽ തല കുനിച്ച് നിന്നൊരു ഉമ്മ ഉണ്ടായിരുന്നു. അത് ഇന്ന് ഹയാത്താവുന്നത് വരെ എൻ്റെ ഉമ്മ ഒരുപാട് പേരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് വേണ്ടി. അതായത് ഞാൻ കേൾക്കേണ്ട പഴികളേക്കാൾ കൂടുതൽ പഴി കേട്ടിട്ടുണ്ട് ആ പാവം. അതായത് നിൻ്റെ വളർത്തുദോഷമാണ്, നീ പൊത്തി വളർത്തിയിട്ടാണ്, നീ കൊണ്ടു നടന്നോ, നീ ഇങ്ങനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ടാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ പോലും കേൾക്കാത്ത കുറ്റങ്ങൾ എന്നെ പറ്റി പറയണത് കേട്ട് നിന്നിട്ടും എന്നോട് ചിരിച്ചു നിന്നൊരുമ്മയുണ്ട്. ശരിക്കും ഉമ്മയ്ക്ക് പറയാനാണ് എന്തൊക്കെ കാര്യങ്ങൾ പറയല്ലേ? ഒത്തിരി ഉണ്ട്. പക്ഷെ ഉമ്മ മറച്ചു വെച്ചു. ഇപ്പം ഞാൻ എൻ്റെ ഉമ്മാനോട് സോറി ചോദിക്കുകയാണ്. ഞാനായിട്ട് അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ കാരണം ഉണ്ടായ വേദനകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഒരായുസിൻ്റെ കട മുഴുവനും ബാക്കിയുണ്ട്, തന്നാലും തീരാത്ത. ആരൊക്കെ എതിർത്താലും ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും സ്വന്തം ഉമ്മ കുറ്റപ്പെടുത്തുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും അല്ലേ? പക്ഷെ ഇന്ന് വരെ എന്നെ വേദനിപ്പ് ഈ തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവനെ ഞാൻ പ്രസവിച്ചതാണ്, എനിക്ക് വലിച്ചെറിയാൻ പറ്റില്ല, എൻ്റെ കുഞ്ഞാണ്, അവനവന് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ ചേർത്ത് പിടിക്കുന്നൊരു ഉമ്മയുണ്ട്. ഉമ്മ ചേർത്ത് പിടിച്ചതിൽ ഏറ്റവും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാമോ? അതായത്
ബ്രദർ പ്രശ്നം ഉണ്ടാക്കി ഞാൻ വീട് വിട്ട് ഇറങ്ങി പോയപ്പോൾ എൻ്റെ ഉമ്മ റിക്വസ്റ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെ പോയാൽ ഞാൻ മരിച്ചു പോകും, നീ തിരിച്ചു വരണം, നമുക്ക് ഡോക്ടറെ കാണാം, ഡോക്ടറെ കണ്ടിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ എൻ്റെ ഉമ്മ എന്നെ തിരിച്ചു വിളിച്ചു. അങ്ങനെ ഉമ്മ കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ചു ചെന്ന് അവരുടെ ഇഷ്ടപ്രകാരം ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് പോയി തിരിച്ചു വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ആ കുട്ടിയുടെ തെറ്റല്ല, ആ കുട്ടീനെ നിങ്ങൾ വിട്ടേക്ക്, അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, എല്ലാച്ചാൽ ആ കുട്ടി സൂയിസൈഡ് ആയി എന്നുള്ള രീതിയിൽ ഡോക്ടർ സംസാരിച്ചു. അങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് ഉമ്മ അന്നത്തെ ദിവസം എന്നോട് മിണ്ടിയില്ല. മിണ്ടാതെ ബെഡിൽ കിടക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ചെന്ന് ഞാൻ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ഉമ്മാൻ്റെ. എന്നിട്ട് ഉമ്മാനോട് ഞാൻ പറഞ്ഞു, എൻ്റെ തെറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞില്ല, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ എന്നെൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചു. ആ സമയത്ത് എൻ്റെ ഉമ്മ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചത് എൻ്റെ ഉമ്മ കൈ വിട്ടു. എന്നിട്ട് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഈ ലോകത്തിനൊരു പ്രത്യേകത ഉണ്ട്, ഈ ഭൂമിയിലെ മനുഷ്യർ ഒരു പെണ്ണിന് ആണിൻ്റെ തൻ്റെടാന്ന് പറഞ്ഞാൽ തോളി തട്ടി അഭിനന്ദിക്കും, അവളുടെ കൂടെ നിൽക്കും, ആ പെണ്ണിന് ആണിൻ്റെ തൻ്റെടാ എന്ന് പറയും. പക്ഷെ ഒരു പുരുഷന് സ്ത്രീയുടെ തൻ്റെടമാണ്, സ്ത്രീയെ പോലെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അവളെ കല്ലെറിയും, കളിയാക്കും, കുറ്റപ്പെടുത്തും. അതുകൊണ്ട് നീയായി നിന്നെപ്പോലെ നന്നായി ജീവിക്കുക എന്ന് പറഞ്ഞ എൻ്റെ ഉമ്മൻ്റെ കൈ വിട്ടു. അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. പക്ഷേ ആ വിട്ട് കൈ ഒരിക്കലും വിട്ട് കളയാൻ വേണ്ടിയിട്ടായിരുന്നില്ല, ഞാൻ സ്ട്രോങ് ആയിട്ട് ജീവിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇന്ന് കാണുന്ന ഹയാത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, എന്നിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ ഉമ്മ തന്നതാണ് എന്ന് ഞാൻ എവിടെയും പറയും. അതായത് ഏതൊരു വൃക്ഷവും അറിയപ്പെടുക അതിൻ്റെ ഫലത്തിൻ്റെ പേരിലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്നിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ ആ വൃക്ഷം തന്നതാണ്, എൻ്റെ ഉമ്മയിലുള്ള ക്വാളിറ്റിയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തിയെങ്കിലും ഇന്ന് അമ്മ ഹാപ്പിയാണോ? അതെ, ഇന്ന് ഉമ്മ ഹാപ്പിയാണ്. ഇന്ന് എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോകാനും വരാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനും ഒക്കെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഹയാത്ത് വീട്ടിലാണോ? ആ, വീട്ടിലാണ്. ഇപ്പം ബ്രദർ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി? എല്ലാവരും ഓക്കെയാണ്. പണ്ടത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിലൊരു പടി കൂടുതൽ എന്നെ ഇപ്പം സ്നേഹിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. അവിടെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഇല്ലാതെ ചെയ്യാറില്ല. അവർക്കിപ്പോൾ എല്ലാത്തിനും ഞാൻ വേണം. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, സ്റ്റിൽ നല്ല ഹാപ്പിയാണ്. അങ്ങനെ വീട് വിട്ടിറങ്ങി പിന്നെ സർജറി ചെയ്യണം, അല്ലെ എനിക്ക് ശരീരത്തിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് തോന്നിയപ്പോഴാണ് തോന്നിയതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ താടിയൊക്കെ വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് അത്യാവശ്യം ബിയേർഡൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ എത്ര ഫെമിനീനായിട്ട് നമ്മൾ വസ്ത്രം ധരിച്ചാലും ഈ താടിയുടെ പച്ചപ്പ് കാണുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ എങ്ങനെയായാലും നമ്മളൊരു ചുരിദാർ ഇട്ടാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിനുള്ള ആ ഫിസിക്കലിയുള്ള മാറ്റങ്ങൾ എപ്പോഴും വ്യക്തമായിട്ട് കാണാമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കുറച്ചുകൂടി മാറ്റം വന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പിന്നെ വെച്ചാൽ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു ശരീരമല്ല എനിക്ക്. അങ്ങനെ കരഞ്ഞ നിമിഷങ്ങളുണ്ടോ? ഒത്തിരി തവണ. അതായത് കണ്ണാടിയുടെ താടിയൊക്കെ പിടിച്ച് പറിച്ച സമയമൊക്കെ ഉണ്ട്. കണ്ണാടിൻ്റെ മുമ്പിൽ നോക്കിയിട്ട് ഇത് പറിച്ച് കളഞ്ഞാൽ നന്നായേനെ, ഞാൻ എന്നെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ എന്ന് ആഗ്രഹിച്ചു. അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വിഷമിച്ച സമയം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് സർജറിയിലേക്ക് നയിച്ചത് തന്നെ. ആ പഴയ ഫോട്ടോ ഞങ്ങളെ ഒന്ന് കാണിക്കാം, പുരുഷ ഫോട്ടോ. അതിനെന്താ, അന്ന് മുടിയൊക്കെ ഉണ്ടല്ലേ? മുടിയൊക്കെ ഉണ്ടായിരുന്നു. മുടിയൊന്നും വളർത്തുന്നതിന് വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഉമ്മാക്ക് അറിയായിരുന്നു എൻ്റെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ. അതായത് സത്യം പറഞ്ഞാൽ ഒരു പെണ്ണിനെ എപ്പോഴും തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ എൻ്റെ ഉമ്മാക്ക് അറിയായിരുന്നു എൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളെ ആരും വിമർശിക്കാത്ത രീതിയിൽ പുള്ളിക്കാരി ഭയങ്കര മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. മുടി വെട്ടാൻ വേറെ ആരെങ്കിലും പറയും. അതായത് ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ബ്രദറിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്ന സമയത്ത് ഇവർ രാത്രി കിടക്കുന്ന സമയത്ത് എൻ്റെ ബെഡ്റൂമിൻ്റെ പുറത്തായിരുന്നു ഇവരെല്ലാവരും കിടന്നിരുന്നത്. പൊരുത്തം വന്ന് എൻ്റെ ബെഡ്റൂമിൻ്റെ അങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ ചോദിച്ചാൽ എവിടെ പോവാണ്. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളുടെ മോൻ്റെ മുടി വെട്ടാൻ വേണ്ടി പോവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, നീ അവൻ്റെ മുടി ഇന്ന് രാത്രി വെട്ടിയാൽ രാവിലെ ഉറങ്ങി നിൽക്കുമ്പോൾ നിൻ്റെ മീശയുടെ പകുതി ഉണ്ടാവില്ല എന്ന് ഉമ്മ അവനോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു ഉമ്മ. ഉമ്മ പറയായിരുന്നു, ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ എഴുത് അവളുടെ മുടിയിലാണ് എന്ന് പറയാറുണ്ടായിരുന്നു എൻ്റെ ഉമ്മ. അപ്പൊ അത്രമേൽ സപ്പോർട്ട് ഉമ്മ ഉണ്ടായിരുന്നു. ഇപ്പം ഹയാത്ത് തന്നെ പറഞ്ഞു, ആ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് താടി പറിക്കണം, എനിക്ക് പുരുഷരൂപം മാറി സ്ത്രീ ആവണം. ശരിക്കും അത്രമേൽ പുരുഷരൂപം വെറുത്തിരുന്നോ? പുരുഷരൂപം വെറുത്തത് മീൻസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെ സ്ത്രീ ആയിട്ട് അംഗീകരിച്ച് തുടങ്ങി അന്ന് തൊട്ട് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പുരുഷന്മാരോട് വെറുപ്പായിരുന്നു. അത് വെച്ചാൽ അവരുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ തന്നെ ഇറിറ്റേറ്റ് ചെയ്തിരുന്നത് ആ ഒരു വിഭാഗം ആൾക്കാരാന്ന് വേണേൽ പറയാം. അപ്പൊ സ്ത്രീകൾ കുറ്റപ്പെടുത്തിയിട്ടില്ല? സ്ത്രീകൾ കുറ്റപ്പെടുത്തുക മീൻസ് അവര് നമ്മുടെ മുന്നിൽ നിന്ന് പറയില്ലായിരുന്നു, പിന്നിൽ നിന്നായിരുന്നു കുത്തലുണ്ടായിരുന്നു. കാരണം അവരപ്പുറത്ത് പറഞ്ഞു ഇപ്പുറത്ത് പറഞ്ഞു കേൾക്കണ്ടായിരുന്നു. ഇത് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ചൂളം വിളിക്കുക, നമ്മളെ കളിയാക്കുക. അന്നേ ഒത്തിരി പേരുകളുണ്ടല്ലോ. ചാന്തുപൊട്ട് സിനിമ ഇറങ്ങിയപ്പോൾ പിന്നെ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ ഏത് ട്രാൻസിനോട് ചോദിച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ചാന്തുപൊട്ട് സിനിമയായിരിക്കും.
ആ സിനിമ ഉണ്ടാക്കിയത് വലിയൊരു മാറ്റമായിരുന്നു. സത്യം, ആ ഒരു പേര് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പൊ എത്രയോ പേര് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം അനങ്ങിയ ആൾക്കാരെ വിളിക്കുക ചാന്തുപൊട്ട് ചാന്തുപൊട്ട് ചാന്തുപൊട്ട്. 9 കേൾക്കുന്നത് പിന്നെ ഞാനൊക്കെ വലുതായതിൻ്റെ ശേഷം 9 എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ആ ചാന്തുപൊട്ട് സിനിമ ഇറങ്ങിയതിൻ്റെ ശേഷം പിന്നെ അത് മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് പേര് ചാന്തുപൊട്ടെന്ന് ഹയാത്തിനെ വിളിച്ചു. അന്നൊക്കെ ഒരുപാട് വേദനകൾ ഉണ്ടായി. അപ്പം പുരുഷനെ തന്നെ വെറുത്തെന്ന് പറഞ്ഞു. ആ പുരുഷനെ വെറുക്കണമെങ്കിൽ അതിൻ്റെ തക്കതായ ഒരു കാരണം ഉണ്ടാവത്തില്ലേ? അറിയാലോ, നമുക്ക് എപ്പോഴും എവിടെയും എന്താ പറയുക സ്ഥാനം അവർക്കായിരുന്നു. അതായത് നല്ല ആണത്തുള്ളവൻ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള രീതി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കുടുംബത്തിലായാലും ഇപ്പോൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോയാലും അതെടുക്കുക ഇതെടുക്കുക അത് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇവരോട് മാത്രമാണ്. അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കണം അവരോടൊക്കെ ഒരു ദേഷ്യം. ഒരു സ്ത്രീ അടിമയായിരിക്കണം. ആ സത്യം, അത് എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണത്. സ്ത്രീ അല്ലെങ്കിൽ എപ്പോഴും ഇപ്പോഴായാൽ കൂടി തഴയപ്പെടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കാലഘട്ടം മാറിയാലും ആ സ്വഭാവം മാറും. സൊസൈറ്റി എത്രത്തോളം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പുരുഷനില് സ്ത്രീന്റെ ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ താഴ്ന്നു പോവുകയും അതായത് സ്ത്രീയിൽ പുരുഷന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഉയരുകയും ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കരമായിട്ടുള്ള തരത്തിൽ പുരുഷനെ ഉയർത്തി കാണിക്കുകയും സ്ത്രീയെ താഴ്ത്തി കെട്ടുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇപ്പോഴും. ഇപ്പൊ ഹയാത്തായ ഒരു പുരുഷൻ കാലഘട്ടം മാറി ഇപ്പോൾ ഒരു സ്ത്രീയായി. അപ്പോൾ ആളുകൾ തന്നെ പറയത്തില്ല, നീ എത്രയൊക്കെ അണിഞ്ഞൊരുങ്ങിയാലും എത്രയൊക്കെ മേക്കപ്പെട്ടാലും നീ പുരുഷ സ്വഭാവമാണ്, അല്ലെ ഒരു നാൾ പുരുഷ സ്വഭാവം പുറത്തു വരും എന്നൊക്കെ വിമർശിക്കുന്നവരുടെ എന്തോ പറയുള്ള ഹയാത്തിന്? എല്ലാവരിലും ഉണ്ട് സ്ത്രീയും പുരുഷനും. സ്ത്രീ പുരുഷ സമന്വയമാണ് എല്ലാവരും. അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും ചേർന്നാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ആ കുഞ്ഞില് ആ പുരുഷന്റെയോ ആ സ്ത്രീയുടെയോ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നിരിക്കണം. അതായത് അച്ഛൻ്റെ സ്വഭാവമാണ് എന്ന് പറയുന്ന ഒരുപാട് കുട്ടികൾ അമ്മേനെ പോലെയാണ് ചിരിക്കുന്നത്, അച്ഛനെ പോലെ ഇരിക്കുന്നത് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ ക്വാളിറ്റീസ് മാത്രമാണ് കിട്ടിയത്. എൻ്റെ അച്ഛൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ശരീരത്തിലുള്ളത് എൻ്റെ അമ്മയുടെ ക്വാളിറ്റീസ് ആണ്, എന്നിൽ എൻ്റെ അച്ഛൻ്റെ ക്വാളിറ്റീസ് കിട്ടിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരോട് ആ മറുപടിയെ പറയുന്നത്. ഇപ്പം പറഞ്ഞു, മതത്തെ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നില്ല, എന്നിരുന്നാലും ഞാൻ മതം വിടാനും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇപ്പോൾ നിലകൊള്ളുന്നു. മറ്റ് മതത്തെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് റെസ്ട്രിക്ഷനൊക്കെ ഈ മുസ്ലിം മതത്തിലുണ്ടല്ലോ. അപ്പോൾ അത് എന്തൊക്കെ വേദനകൾ ചെലുത്തിയിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വായിക്കുമ്പോൾ കിട്ടുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. പലരും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓരോ ഗ്രന്ഥങ്ങളും പല രീതിയിൽ, ഇപ്പോൾ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ചിന്തിക്കുന്നവർക്ക് ഭൂമിയിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ ചിന്തിക്കണത്? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പം എന്നെ ഒരാൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഒരാൾ കളിയാക്കുന്നുണ്ടെങ്കിൽ, എന്നിൽ കുറവുകൾ കണ്ട പലരും പറയുന്നത് ഇത് അവരുടെ പ്രശ്നമല്ല, അവർക്ക് കുറവാണ്, അവർക്ക് ഇതാണ്, അതാ പലരും പറയാറുണ്ട്. അതായത് ഒരു വ്യക്തിയിൽ ഇപ്പം ഇതുപോലെ തന്നെ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്, ദൈവസൃഷ്ടികൾ പൂർണ്ണതയുള്ളതാണ്, അല്ലെങ്കിൽ പൂർണ്ണതയില്ലാതെ ഭൂമിയിൽ ഒരു സൃഷ്ടിയും ഇല്ല ദൈവത്തിൻ്റെ എന്നാണ് പറഞ്ഞേക്കണേ. ഗ്രന്ഥം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നാളെ ഇനി ചിലപ്പോൾ ഞാൻ ഗ്രന്ഥത്തിൻ്റെ പേര് പറഞ്ഞതിൽ താഴെ കമൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയില്ല. ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ ഞാൻ പഠിച്ചൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവസൃഷ്ടികൾ പൂർണ്ണതയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നിൽ കുറവ് കണ്ടുപിടിക്കുന്നവർ ഒരു പക്ഷേ ദൈവത്തെക്കാൾ വലിയവരോ അല്ലെങ്കിൽ ദൈവമോ ആയിരിക്കണം. ഇതിലേതാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? അതായത് ആ ഗ്രന്ഥം പറയുന്ന പോലെ ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള സൃഷ്ടിയാണ് ഞാനെന്നോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾദൈവങ്ങളായവർ പറയുന്ന പോലെ എന്നിൽ പൂർണ്ണതയില്ല, എന്നിൽ കുറവുകൾ ഉണ്ടെന്നാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പുരുഷനോട് അധികം മിണ്ടല്ലേ, തട്ടമിട്ടേ നടക്കാവോ എന്നൊക്കെ പറയുമ്പോൾ വേദനകൾ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഒത്തിരി തരത്തിലുള്ള വേദന ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോൾ ഞാൻ പറയില്ല, ഞാൻ മുസ്ലിം ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ആരും കൊടുക്കേണ്ട ഒരു സംഭവമല്ല. അത് നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. എങ്കിലും പല സ്ഥലങ്ങളിലും എന്താ പറയുക, കണ്ണെഴുതാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകളുണ്ട് കേട്ടോ ഈ കാലഘട്ടത്തിലും ഉണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ ഉണ്ട്. എൻ്റെ ഫാമിലിയിൽ തന്നെ കസിൻ സിസ്റ്റേഴ്സൊക്കെ തന്നെ കണ്ണെഴുതിയാൽ വഴക്ക് കേൾക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് കണ്ണെഴുതരുത് സ്ത്രീകൾ, പെർഫ്യൂം ഇതാക്കരുത്, അല്ലെങ്കിൽ എന്താ പറയുക നിറമുള്ള വസ്ത്രം, ഒരുപാട് നിറങ്ങളുള്ള വസ്ത്രം ധരിക്കരുത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേര് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വിശ്വാസങ്ങൾ ഇപ്പോൾ ഞാൻ നെയിൽ പോളിഷ് യൂസ് ചെയ്യാറില്ല, മെഹന്തി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇടയ്ക്ക് നിസ്കരിക്കുന്നതുകൊണ്ട് തന്നെ മെഹന്തി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതെൻ്റെ വിശ്വാസമാണ്. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ കൺസെപ്റ്റേ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് അമ്മ പറയുകയാണ് ഇതാണ് നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കല്ലാതെ നിവർത്തിയില്ല. ഓക്കെ, നമ്മൾ ആരും ആദ്യം തന്നെ DNA ടെസ്റ്റിന് ഓടില്ല. അതൊരു വിശ്വാസമായിട്ട് ഹൃദയത്തിൽ നമ്മൾ എടുത്തു. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അമ്മ പറയുക ഇത് നിൻ്റെ അച്ഛനല്ല, നിൻ്റെ അച്ഛൻ ഇതാണ് എന്ന് പറഞ്ഞാൽ
നമ്മളെന്താ ചെയ്യുക? ഇതെല്ലാം ആളുകൾ നമ്മുടെ തലയിൽ കുത്തിവെക്കുന്ന ഇഞ്ചക്ഷൻ ആണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ അങ്ങനെയാണ്. എന്താ ഇടത്തോട്ട് തുപ്പാൻ പാടില്ല, വലത്തോട്ട് തുപ്പാവും, തല ഒഴിഞ്ഞ് ഉപ്പ് എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ശരിയായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പലരും പറയാറുണ്ട് കോഴിത്തലയിൽ കൂടോത്രം ചെയ്യണോ, അതിൽ കൂടോത്രം, ഇങ്ങനെ കൂടോത്രത്തിലൊക്കെ വിശ്വാസമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ കൂടോത്രം ചെയ്ത് കൊല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാടിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഭരണത്തിലേക്ക് ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇവരെയൊക്കെ കൂടോത്രം ചെയ്ത് കൊല്ലാൻ ഉസ്താദുമാർക്കൊന്നും കഴിവില്ലേ? അല്ലെങ്കിൽ ഈ പൂജാരിമാർക്കൊന്നും കഴിവില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അപ്പൊ ജനിച്ച നാൾ മുതൽ ആ ഒരു ശാരീരിക പ്രകൃതിയായിട്ട് വന്നു. അത് മാറ്റണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതല്ലെന്ന് തിരിച്ചറിഞ്ഞ ഹയാത്ത, അപ്പൊ അത് ദൈവത്തിനെതിരെ അല്ലേ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. എനിക്ക് ആ തിരിച്ചറിവുണ്ടാക്കിയത് ദൈവമാണെങ്കിലോ? അതായത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിലും ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യരിലൂടെയാണ് ദൈവം പലപ്പോഴും, അതായത് ഇപ്പോൾ ഭൂമി കൺട്രോൾ ചെയ്യുന്ന ദൈവമാണെന്നുള്ളൊരു വിശ്വാസം, അതായത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂമി കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ്. ഓക്കെ, എന്നെപ്പോലെ ഒരാൾ ചിന്തിച്ചു അത് നടത്തണ്ടേ, ദൈവമല്ലേ തീരുമാനിക്കണേ. തടസ്സപ്പെടുത്താനാണ് എത്രയോ വഴികളുണ്ട്. പിന്നെ എത്രയോ വഴികളുണ്ട്. എന്ത് സർജറി ചെയ്യുമ്പോൾ മരിച്ചു പോയിക്കൂടെ? ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചു നടക്കാതിരുന്നൂടെ? എന്തൊക്കെ വഴികളുണ്ട്? ഇതൊന്നും ദൈവം ചെയ്തില്ലല്ലോ. ഇന്നും ജീവിക്കുന്നില്ലേ? സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുള്ളൂ. ഇന്ന് വരെ ഹയാത്ത് ആരുടെയും കണ്ണീരിൽ ചവിട്ടി നിന്നുകൊണ്ട് സന്തോഷം കണ്ടെത്തിയിട്ടില്ല. ആർക്കും ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആരുടെയും കണ്ണ് നിറയ്ക്കാൻ വേണ്ടി കാരണമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഇതുവരെയുള്ള ജീവിതത്തിൽ ഹയാത്ത് കാരണം ആരും വേദനിച്ചിട്ടില്ല. ഇല്ല, നമ്മൾ ആർക്കും കുറ്റപ്പെടുത്താനും പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കി കാണുന്ന പല ട്രാൻസും ആരും ആയിക്കോട്ടെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തവരാണ്. ഒത്തിരി കുടുംബത്തിന് വേണ്ടിക്കോട്ടെ, ഇപ്പൊ പ്രണയങ്ങളിലായിക്കോട്ടെ, എന്തിലായാലും ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഒത്തിരി പേരെ അറിയാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ വേദന അനുഭവിച്ചതുപോലെ മറ്റൊരു വ്യക്തി അനുഭവിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. സംശയം. ഇപ്പോൾ ഒരു മോഡലാണ് അല്ലേ, ഒരു മുസ്ലിമിൽ നിന്ന് മോഡലായിട്ട് വരുന്നു. വീട്ടുകാർ എതിർത്താലും ആളുകൾ എതിർത്താലും ആ ഒരു സമുദായം ചിലപ്പോൾ ചേർത്ത് പിടിക്കുമോ? അല്ല, അവിടെ എതിർപ്പുകളല്ലേ കൂടുതൽ? എതിർപ്പുകളാണ് കൂടുതൽ. അതായത് വസ്ത്രരീതിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഷോർട്സ് ഇടുന്നത് ശരിയാണോ, ഡ്രസ് ഇടാമോ, സത്യം മാറി മറക്കാതെ ചെല്ലുന്നത് ശരിയാണോ, ശരീരഭാഗങ്ങൾ ഇങ്ങനെയൊക്കെ മാറ്റി ഇനിയിപ്പോൾ ഇതൊക്കെ എക്സ്പോസ് ചെയ്യണോ എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പം മതത്തിൽ വിശ്വസിക്കുന്ന ഹയാത്ത് എന്തുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുന്നില്ല? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മൂല്യങ്ങളുള്ള എൻ്റെ വിശ്വാസങ്ങൾ എൻ്റേത് മാത്രമാണ്. ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള, അതായത് ഫോർ എക്സാമ്പിൾ ശരീരം, അതായത് നമ്മുടെ ഇബാദത്ത് അങ്ങനെ പറയും, നമ്മുടെ ഇബാദത്ത് നമ്മുടെ വിശ്വാസമാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ദുനിയാവിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കലാണ്. അതായത് നമ്മൾ ജീവിക്കുകയും വേണം, നമ്മൾ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പോളിസി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, നമുക്ക് നമ്മുടെ കാര്യങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനാണ് താല്പര്യം കൂടുതൽ. എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എല്ലാവരും ഇപ്പോൾ ഭൂമിയുടെ അവകാശികളാണ് എല്ലാവരും, അല്ലേ? ഭൂമിയിൽ ഞാൻ ജീവിക്കുന്ന പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം നിങ്ങൾക്കും ഉണ്ട്, അതുപോലെ മറ്റുള്ളവർക്കും ഉണ്ട്. എല്ലാവരും കൺസിഡർ ചെയ്ത് ജീവിക്കുമ്പോഴേ നമ്മൾ മനുഷ്യരാവുള്ളൂ. അതായത് ഇപ്പം തുല്യരാണ് എല്ലാവരും. അതായത് തുല്യത എപ്പോഴും വിളിച്ച് പറയണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രന്ഥത്തിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടിമ സ്ത്രീ എന്ന് പറയുമ്പോൾ പുരുഷൻ്റെ അടിമയായ സ്ത്രീ, അതായത് ഭാര്യ അടിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കുന്നു. അതായത് ഒരു മകളോ മകനോ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മകളുടെയും മകൻ്റെയും ആജ്ഞയ്ക്കൊത്ത് ജീവിക്കുന്നവളാണ് മാതാവ്. അതായത് ഉമ്മ അതെടുത്തതായോ, വെള്ളം എടുത്തതായോ, ഉമ്മ എനിക്ക് ടവൽ എടുത്തതായോ, ഉമ്മ എനിക്ക് പാൻ്റ് എടുത്തതായോ, ആ അടിമ സ്ത്രീ പ്രസവിച്ച് സ്വന്തം ഉടമയാണ്. അതായത് യജമാനനെ പ്രസവിച്ചിരിക്കുകയാണ് സ്ത്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൽപ്പിക്കുകയാണ്. മക്കളെ, നമ്മളായാലും ഇപ്പോൾ കുഞ്ഞുനാളിൽ ഉമ്മ എൻ്റെ പാൻ്റ് എവിടെ, ഉമ്മ എൻ്റെ ഷർട്ട് എവിടെ, രാവിലെ ഉറങ്ങി നീച്ച മുതൽ പേസ്റ്റ് എവിടെ, ഒന്ന് ഇഡ്ഡലിയാണോ, എനിക്ക് വേണ്ട, എന്ന് എനിക്ക് സാമ്പാർ വേണ്ട, എന്ന് ചട്നി വേണ്ട. നമ്മളെല്ലാത്തിനും ഓർഡർ ആയിരുന്നു ഉമ്മാനോട്. പക്ഷെ അച്ഛനോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുള്ളൂ, ഉമ്മ എവിടെ, ഉമ്മ എവിടെ, ഇത് മാത്രമേ നമ്മൾ ചോദിക്കുകയുള്ളൂ. അപ്പം അതിലൊക്കെ മാറ്റം വരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് എല്ലാവർക്കും തുല്യത വേണം. സ്ത്രീ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിച്ച കുഞ്ഞുനാളിൽ തൊട്ട് ഇന്നവർ ചെയ്യേണ്ട ഡ്യൂട്ടി ഇത് മാത്രമാണ്. പുരുഷൻ ഇത് മാത്രം ചെയ്യണം, സ്ത്രീ ഇത് മാത്രം ചെയ്യണം, ഇവർക്ക് ഈ മേഖല മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ അടുക്കള വഴി വരാവൂ, പുരുഷന്മാർ മുമ്പത്തൂടെ വരണം. ഉമ്മറെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ കുലായി, അതാണ്. ഇപ്പോൾ ഒരു മരിച്ച വീട്ടിൽ പോവുകയാണെങ്കിലും സ്ത്രീകൾ ഫ്രണ്ടിൽ കൂടെ കയറി വരത്തില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ ഞങ്ങളുടെ ബാക്കിൽ കൂടെ വരാം.
വീടിൻ്റെ പുറകുവശം വഴി. ആണുങ്ങൾ മാത്രം ഫ്രണ്ടിൽ കൂടെ കയറി. ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്, അല്ലെങ്കിൽ രണ്ടുപേരും തുല്യരല്ലേ എന്നുള്ള അങ്ങനത്തെ കുറേ ചിന്തകൾ തോന്നിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ശരീരം മൊത്തം മൂടി നടക്കണം എന്ന് പറയുന്ന ഒരു ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു വസ്ത്രം ധരിച്ച് നിങ്ങളുടെ മുമ്പിൽ കൂടെ വരികയാണ്. അതേസമയത്ത് ബുർഗാധാരിയായ ഒരു പെൺകുട്ടി കണ്ണ് മാത്രം നല്ല ഭംഗിയിൽ കണ്ണൊക്കെ എഴുതിയ ഒരു പെൺകുട്ടി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ കുഴപ്പമില്ല എന്നുള്ളൊരു കുട്ടി എന്നുള്ള രീതിയിൽ തന്നെ നോക്കിയെന്നിരിക്കട്ടെ, ഞാൻ പാസ് ചെയ്ത് പോയി. അതേ സമയത്ത് ആ ബുർഗ ധരിച്ച കുട്ടി നിങ്ങളുടെ അടുത്തൂടെ വരുമ്പോൾ ആ കുട്ടിയുടെ കണ്ണ് കാണുമ്പോൾ നിങ്ങൾ ഉള്ളിൽ വിചാരിക്കുക, ഓ എന്ത് ഭംഗിയ കുട്ടിയുടെ കണ്ണ് കാണാൻ, അവരുടെ മുഖം എങ്ങനെയായിരിക്കും, അവരുടെ ചുണ്ട് എങ്ങനെയായിരിക്കും, അവരുടെ ഫേസ് എങ്ങനെയായിരിക്കും, മുടി എങ്ങനെയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആ നടന്നു പോയ കൊച്ചാണോ അല്ലെങ്കിൽ ഈ ആഗ്രഹം ജനിപ്പിച്ച ഈ കൊച്ചാണോ തെറ്റുകാരായത്? അപ്പോൾ ആ ആഗ്രഹം ജനിപ്പിച്ച പെണ്ണും ആഗ്രഹിച്ച പുരുഷനും തെറ്റുകാരായില്ലേ? നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുകയാണ്, അവിടെ ടേബിളിൽ ഒരുപാട് പലഹാരങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഒരു പാത്രം മൂടി വെച്ചിട്ടുമുണ്ട്. നമുക്ക് ഈ നിരത്തി വെച്ചിരിക്കുന്ന പാത്രത്തിലുള്ള പലഹാരങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാവുക അടച്ചു വെച്ച പാത്രത്തിൽ എന്താണെന്ന് അറിയാനായിരിക്കും അല്ലേ? അപ്പം അങ്ങനെ മൂടി പൊതിച്ച് നടക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഓക്കെ, നമുക്ക് കാണിക്കേണ്ട ഭാഗങ്ങളൊക്കെ കാണിക്കാം. എന്നുവെച്ചാൽ ഇങ്ങനെ ഭാഗങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ആഗ്രഹമുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ച് നടക്കുന്നതിന് യാതൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഒത്തിരി ഇഷ്ടങ്ങളാണ്. ഇപ്പം എനിക്ക് മാറി മറിക്കണം തോന്നി അതെൻ്റെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ അത് തുറന്ന് നടക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്, അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടത്തെ ആരും ചോദ്യം ചെയ്യാൻ വേണ്ട. കാരണം ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി മറ്റൊരാൾ ഉപദ്രവിക്കാതെ വീട് വിട്ടിറങ്ങിയ ഒരാളാണ്. അതായത് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പോൾ ആ ഇഷ്ടങ്ങൾക്ക് നമ്മൾ മാന്യത നൽകി നല്ല രീതിയിൽ ജീവിക്കാം. ഇതുവരെയുള്ള ആഗ്രഹിച്ച കാര്യങ്ങൾ കുറച്ച് കാലഘട്ടം കഴിഞ്ഞാൽ നടന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. കാരണം തട്ടമിട്ടതിന് അടി കിട്ടിയ വീട്ടില് ഇന്ന് തട്ടമിടാത്തതിന് അടി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തി. ഐ എം ഹാപ്പി. ഹയാത്തിന്റെ പ്രണയം തേപ്പിലായിരുന്നു പോയത്. അയാൾക്കത് പ്രണയം ആയിരുന്നിരിക്കില്ല. അയാൾക്ക് പിന്നെ എന്തായിരുന്നു? ലൈല മജ്നു, ഷാജഹാൻ, മുംതാസ്, കാഞ്ചനമാല, മൊയ്തീൻ ഇവരാരും പ്രണയിച്ച് ഒന്നു ചേർന്നവരല്ല. എന്നിട്ട് ഇവരുടെ പ്രണയമൊക്കെ വാഴ്ത്തപ്പെട്ടില്ലേ? പൃഥ്വിരാജിന്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞ സമയത്ത് പൃഥ്വിരാജിന്റെ പോസ്റ്റർ നോക്കി കരഞ്ഞിട്ടുണ്ട് ഞാൻ. നല്ല പേടിയുണ്ടായിരുന്നു എനിക്കുള്ളിൽ. ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഡോക്ടറിന് നമ്മൾ എഴുതി കൊടുക്കാറുണ്ട് 80 വയസ്സ് വരെയുള്ള ഒരാളെ 40 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുള്ളൂ എന്നുള്ളൊരു പറച്ചിൽ പൊതുവേ ഇടയിലുണ്ട്. നിങ്ങളെപ്പോലുള്ളവർ സർജറി ചെയ്യാൻ സെക്സ് വർക്കിന് ഇറങ്ങേണ്ടതായിട്ട് വരുന്നു എന്ന് ആളുകൾ പറയുന്നത് യാഥാർത്ഥ്യമാണോ? തിരുത്താനാണെങ്കിൽ ഹയാത്തിന് തിരുത്താം. ഒരു കമ്മ്യൂണിറ്റി, ഒരു കാറ്റഗറി മാത്രമല്ല സെക്സ് വർക്ക് ചെയ്യുന്നവർ. സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ തഴയപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് പലരും ഇന്നും സെക്സ് വർക്ക് ചെയ്യുന്നത്. നീ ഒരു ദിവസം വരാവോ, നിന്റെ റേറ്റ് എത്ര? അതായത് ഇവരുടെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്താൽ പെട്ടെന്ന് ഇവർ വളയും അല്ലെങ്കിൽ ഇവരെ കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നെ കണ്ട് നിർത്തിയ വണ്ടികളൊന്നും പ്രേമം തോന്നിയവരല്ലാന്ന് എനിക്കറിയാം. അപ്പം എന്നോട് വന്ന് പറഞ്ഞു, നിക്കാഹ് നടക്കുന്ന സമയത്ത് സ്റ്റേജിൻ്റെ ഭാഗത്തൊന്നും വന്ന് നിൽക്കരുത്, പല നിവൃത്തികേടാണത്. ഇതിപ്പോൾ ഒരുപാട് സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അതേ സ്റ്റേജിൽ അത്രയും ആൾക്കാരുടെ ഇടയിൽ കൂടെ നടന്നു വന്നുകൊണ്ട് എൻ്റെ മകൻ കാണാൻ പറ്റാത്ത നിക്കാഹ് ആരും കാണണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി